ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. അനുമോൾ ഇപ്പോ ബിന്നിയെ വിളിച്ചോണ്ട് സ്മോക്കിംഗ് ഏരിയയിൽ പോയി നിന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ഒന്നല്ല, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കിച്ചൺ ക്യാപ്റ്റനായിട്ടുള്ള ബിന്നിയാണ് അനുമോളെ ആ ഒരു കാപ്പിപ്പൊടി ഏൽപ്പിച്ച് സൂക്ഷിച്ചു വെച്ചത്. ഈ ഒരാഴ്ചയുടെ തുടക്കത്തിൽ അതാണ് ചെയ്തത്. അപ്പോ ഇന്ന് നടന്ന ആ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ പ്രാങ്ക് വാട്ടെവർ അതൊക്കെ ഉള്ളതാണെന്നാണ് ബിന്നി ഓർത്തോണ്ടിരുന്നത്. ബിന്നി, അനീഷ്, ലക്ഷ്മി ഇവർക്ക് മാത്രം ഇതൊന്നും അറിയത്തില്ല, ഇത് പ്രാങ്ക് ആണെന്നുള്ളൊരു കാര്യം. ഇവർക്ക് 3 പേർക്ക് അറിയാത്തതായിട്ടുള്ളൂ. പിന്നെ എനിക്കൊന്ന് ആദരിക്കുന്നവർക്കും അറിയത്തില്ലെന്ന് തോന്നുന്നു. ഇവരൊഴികെ ബാക്കി എല്ലാവർക്കും അറിയാം ഇത് പ്രാങ്ക് ആണ് എന്നുള്ളത്. അനുമോൾ എന്നിട്ട് ഇന്നലെ രാത്രി മാറിക്കിടന്ന ആ ഒരു കാര്യവും ഒക്കെ പിന്നീട് എടുത്ത് പറയുന്നുണ്ട്. ആര്യനും ജസേലും കൂടി സംസാരമായിരുന്നു, ഇറിറ്റേഷൻ ആയിരുന്നു, അതുകൊണ്ട് മാറിക്കിടന്നു എന്ന് പറയുന്നുണ്ട്. അതാണ് റീസൺ കേട്ടോ. പിന്നെ ഒനീല്, ജിഷിൻ, ഷാനവാസ്, അഭിലാഷ്, സാബുമാൻ, നെവിൻ, അക്ബർ ഇവരൊക്കെ അവിടെ ഇരിക്കുമായിരുന്നു. ആ ഒരു കിച്ചൺ ഏരിയയോട് ചേർന്നിട്ടുള്ള ആ ഒരു കൗച്ചിൽ ഇരിക്കുമായിരുന്നു. ഇവരൊക്കെ അവിടെ ഇരിക്കുമായിരുന്നു എന്ന് രാത്രി കാപ്പി കുടിക്കാൻ ഇവർക്ക് തോന്നിയത് കൊണ്ട് ആ ഒരു കാപ്പിപ്പൊടി അനുമോൾ അതെടുത്ത് കൊടുത്തതായിട്ട് പറയുന്നുണ്ട്. പിന്നീട് എടുത്ത് അനുമോളാണ് കാപ്പിപ്പൊടി എടുത്ത് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു കുറ്റസമ്മതം പോലെ അനുമോള് പറയുന്നുണ്ട്. പിന്നീട് എടുത്ത് പേടിച്ചിട്ടാണ് പറയുന്നത്, ഇതൊരു ഇഷ്യൂ ആക്കരുതെന്നും വഴക്കുണ്ടാക്കരുതെന്നും ഒക്കെ അനുമോള് പറയുന്നുണ്ട്. കിച്ചൺ ക്യാപ്റ്റനായിട്ടുള്ള ബിന്നി അറിയാതെ 5-6 പേരാണ് രാത്രി കാപ്പി എടുത്ത് കട്ട് കുടിച്ചത്. അതും കിച്ചൺ ടീമിലെ ഒരാളുടെ സഹായത്തോടു കൂടി കട്ടെടുത്ത് കുടിച്ചു എന്ന് ഓർത്തോണം. ബിന്നി അനുമോളെ വിശ്വസിച്ച് ഏൽപ്പിച്ചൊരു സാധനമായിരുന്നു. അത് അനുമോൾ ഇങ്ങനെ എടുത്ത് കൊടുത്തിട്ട് ബിന്നിയോട് പറയാൻ ഇത്രയും ലേറ്റ് ആക്കിയത് അത്ര റൈറ്റ് ആയിട്ട് തോന്നിയില്ല. ഇത് നല്ല കാര്യമായിട്ട് തോന്നിയില്ല. കുറച്ചുകൂടെ നേരത്തെ പറയേണ്ടതായിരുന്നു. ഫൈറ്റ് നടന്നത് പ്രാങ്കായിട്ടാണെന്നെങ്കിലും ബിന്നിയോട് നേരത്തെ പറയാമായിരുന്നു. ഇതായിരുന്നു ഇവർ തമ്മിൽ നടന്ന ഒരു കോൺവെർസേഷൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കിച്ചൺ ക്യാപ്റ്റൻ അറിഞ്ഞും അറിയാതെയും ഒക്കെ അവിടെ കളവ് നടക്കുന്നുണ്ട്. ഡേ 1 മുതൽ അവിടെ കളവ് നടക്കുന്നതാണ്. ഇതുവരെ ആർക്കും ഇതിനൊരു അറുതി വരുത്താനായിട്ട് പറ്റിയിട്ടില്ല. ഇനിയും കളവ് നടന്നുകൊണ്ടേയിരിക്കും. ഈ നെവിനെ പോലൊക്കെയുള്ള ടീംസ് അവിടെ അതിനകത്തുള്ളത്തോളം കാലം കളവ് നടന്നുകൊണ്ടേയിരിക്കും. ഇതൊക്കെയാണ്. കൂടുതൽ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.